കൂടാരപ്പെരുന്നാൾ. നമ്മുടെ കർത്താവ് ഏലിയാവിനോടും മോശയോടുമൊപ്പം ആർക്കും വെളുപ്പിക്കുവാൻ സാധിക്കാത്തതിനേക്കാൾ വലിയ ഒരു വെണ്മയോടുകൂടി പ്രകാശിച്ച പെരുന്നാൾ. ഇതാണ് കൂടാരപ്പെരുന്നാൾ എന്നറിയപ്പെടുന്നതെങ്കിലും പഴയ നിയമവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ലേവ്യ പുസ്തകം 23 അധ്യായത്തിന്റെ 42 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരത്തിൽ പാർപ്പിച്ചു, ഇതിന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ 7 ദിവസം കൂടാരത്തിൽ പാർക്കണമെന്ന് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, ഇനിയും മോശയുടെ കാലത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ ഉണ്ടാകും. അവിടെ യഹോവയെ അറിയാത്ത ഒരു ജനം ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തിലാണ് കൂടാര പെരുന്നാൾ ക്രമീകരിക്കുന്നത്. നീ എത്ര വലിയ ഭവനത്തിൽ പാർക്കുന്നവനായാലും, നീ എത്ര ജീവിത സൗഭാഗ്യങ്ങളുടെ നടുവിൽ താമസിക്കുന്നവനായാലും, ഈ 7 ദിവസം നീ ഭവനത്തിന് വെളിയിൽ കൂടാരമുണ്ടാക്കി ജീവിക്കണമെന്നാണ്. അതുകൊണ്ട് യഹൂദന്മാര് കൂടാര പെരുന്നാൾ സമയമാകുമ്പോഴത്തേന് മുളയും അതുപോലെയുള്ള ചെറിയ തണ്ടുകളും ഉപയോഗിച്ച് കൂടാരമുണ്ടാക്കി അതിന്റെ അകത്ത് പാർക്കുന്ന ഒരു പതിവ് കാണുവാൻ സാധിക്കും. ഈ ഒരു ഓർമ്മയിൽ നിന്നാണ് മോശയും ഏലിയാവും ക്രിസ്തുവിനോടൊപ്പം പ്രകാശിക്കുന്നത് കാണുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നമുക്ക് 3 കൂടാരം ഉണ്ടാക്കാം, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്നിന് നിനക്ക് എന്ന് തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കൂടാരപ്പെരുന്നാൾ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ജീവിതത്തിൽ എപ്പോഴും ഒരു ലാളിത്യത്തിന്റെ അനുഭവം ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. പലപ്പോഴും സമ്പത്തിന്റെയും സൗഭാഗ്യത്തിന്റെ നടുവിൽ ദൈവത്തെ മറന്നുപോകുന്ന, സഹോദരനെ മറന്നുപോകുന്ന, ബന്ധങ്ങളുടെ വില നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ തമ്പുരാൻ പഠിപ്പിക്കുന്ന വലിയ ആധ്യാത്മികമായ അർത്ഥമെന്ന് പറയുന്നത്, നീ എത്ര സൗഭാഗ്യത്തിന്റെ നടുവിലാണെങ്കിലും നീ ഒരു കൂടാരം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് തന്നെയാണ്. പുതിയ നിയമ സഭയിലേക്ക് വരുമ്പോൾ അത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ക്രിസ്തുവുമായി ചേരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം പ്രകാശം നിറഞ്ഞതായി തീരത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലായാലും ദൈവ നടത്തിപ്പ് ഓർക്കുവാനുള്ള ഒരു അവസരമാണ് ഈ കൂടാര പെരുന്നാൾ. അതോടൊപ്പം തന്നെ സുക്കോത്ത് എന്നും ഈ പെരുന്നാളിന് പറയാറുണ്ട്. താങ്ക്സ് ഗിവിംഗ് എന്നാണ്. ഓരോ വർഷവും വിളകൾ ഉണ്ടായി അത് പറിച്ച് അഥവാ കൊയ്ത്തിനൊക്കെ ശേഷം ഇത് ഒരുമിച്ച് കൂട്ടി ദൈവത്തിനെ സ്തുതിക്കുന്ന ഒരു പെരുന്നാൾ കൂടിയാണ്. ദൈവം തന്ന അനുഗ്രഹങ്ങളെയും ദൈവം തന്ന നന്മകളെയും ഓർത്ത് തമ്പുരാന് സ്തോത്രം ചെയ്യുന്ന ഒരു പെരുന്നാൾ കൂടിയാണ്. അതുകൊണ്ട് ഈ കൂടാര പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം തേജസ്കരിക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മളെ ദൈവം നടത്തും. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഏത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, ഇസ്രായേൽ മക്കളെ ആ മിസ്രയീമിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം അവനിൽ ആശ്രയിക്കുന്നവരെ നടത്തുമെന്നുള്ള വലിയ ഉറപ്പാണ് ഈ കൂടാര പെരുന്നാൾ തരുന്നത്. അതിനേക്കാളും അപ്പുറമായി മോശയ്ക്കും ഏലിയാവിനും വാഗ്ദത്ത നാട്ടിൽ ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും തമ്പുരാന്റെ 2ാമത്തെ വരവിങ്കൽ വെണ്മയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് തമ്പുരാനെ സ്തുതിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.